ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിൽ പ്ലീറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു നൈറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ നെക്കിന് പ്ലീറ്റ് വെക്കണതാണ് കേട്ടോ. അപ്പോൾ ബോർഡ് നെക്കായിട്ട് തയ്ച്ചിട്ട് അതിന്മേ പ്ലീറ്റ് വെക്കണ ഒരു വീഡിയോ ആണ്. അപ്പോൾ പ്ലീറ്റൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അതുപോലെ തന്നെ എലാസ്റ്റിക് നൈറ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നൈറ്റി തുണി ഇതേപോലെ 4ആയിട്ട് മടക്കി ഇടുക. ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും ആയിട്ട് ഇതേപോലെ 4ആയി മടക്കിയിട്ടതിന് ശേഷം താഴെ ഭാഗത്ത് നിന്നാണ് കേട്ടോ, താഴെ ഭാഗത്ത് ഓപ്പണുള്ള ഭാഗത്ത് നിന്നാണ് ഞാൻ മുകളിലേക്കാണ് അളവെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടാപ്പ് നമുക്ക് ചുരുണ്ട് നിൽക്കണ്ടല്ലോ, ചുരുണ്ടൊക്കെ നിൽക്കുന്ന ടാപ്പ് വലിച്ചു പിടിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഒന്ന് അളവെടുക്കാൻ വേണ്ടിയിട്ട്, നല്ല കറക്റ്റ് അളവ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നൈറ്റിയൊക്കെ തയ്ക്കുമ്പോൾ ലെങ്ത്തിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചൊക്കെ നമ്മൾ ഏറെ ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റി തയ്ച്ച് അലക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ചില തുണികളൊക്കെ ചുരുങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇടുക. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് 52 ഇഞ്ചാണ്. അവിടെ നിന്ന് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. അപ്പോൾ താഴെ ഭാഗത്ത് നിന്നും മുകളിലേക്ക് ഞാൻ മാർക്ക് ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണ്ടില്ലേ, മേലെ നമുക്ക് ഒരുപാട് തുണി സേവ് ചെയ്യാൻ കഴിയും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് സ്ലീവ് വെട്ടിയെടുക്കാം. അപ്പോൾ ഇനി ഷോൾഡർ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കൈക്കുഴി 8.5 ഇഞ്ച് തന്നെ കൈക്കുഴി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയും 8.5 ഇഞ്ച് ഉണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെയും നമുക്ക് 8.5 ഇഞ്ച് ഉണ്ട്. ഇനി ചെസ്റ്റ് ലൈൻ ഒന്ന് നീട്ടി വരച്ചിട്ട് നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് എനിക്ക് വേണ്ടത് ഇവിടെ 12 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. ഇനി ഷേപ്പ് ലെങ്ത്ത് 13.5 അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ വീതി 11.5 കേട്ടോ. 11.5 നല്ല ഷേപ്പിൽ നിൽക്കണം എന്നുള്ളവർ ഒരു 1/2 ഇഞ്ചും കൂടിയും കുറച്ചിട്ട് ഇതാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ എടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെയും ലൂസ് 1 ഇഞ്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഹിപ്പിൻ്റെ ലെങ്ത്ത് 20, അവിടുത്തെ വീതി 13 എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ വരച്ച് മാർക്ക് ചെയ്തതിലൂടെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി ഒരു സ്കെയിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് താഴത്തേക്ക് നമുക്കൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കർവ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കർവ് ചെയ്ത് കൊടുത്തു. ഇനി നെക്കിൻ്റെ അളവും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വീതി ഞാൻ കൊടുക്കുന്നത് 2.25 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വീതി കുറക്കുമ്പോൾ 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2.25 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഇഞ്ചാണ് വേണ്ടത്, 2.25 കൊടുത്തു. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ ഫ്രണ്ട് നെക്ക് കൊടുക്കുന്നത് 4.5 ഇഞ്ചാണ് കേട്ടോ. ഫ്രണ്ട് നെക്ക് 4.5 ഇഞ്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇവിടുത്തെ വീതിയും 2.25 ഉണ്ടോ നോക്കുക. 2.25 ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കണ്ട് ഇവിടെ ഇങ്ങനെ ലൈന് കൊടുക്കുക. ഈ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ 2.5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതേപോലെ ഒന്ന് ബോക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമുക്കിതൊന്ന് കർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒന്ന് ബോക്സ് ആക്കി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കർവ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും റൗണ്ട് നെക്കായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കാരണം പ്ലീറ്റ് വെക്കുമ്പോൾ നമുക്ക് റൗണ്ട് നെക്കാണ് ഒന്നുകൂടി ഭംഗി. അപ്പോൾ റൗണ്ട് ആയിട്ട് ഞാനിതാ ഇതേപോലെ 1 ഇഞ്ചിലൊന്ന് റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂലയിൽ നിന്ന് ഇങ്ങനെ 1 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ട് കർവ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ തന്നെ ഇതിലേറെ വൈഡ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് വെച്ചിട്ട് അങ്ങനെയും കർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടം. പിന്നെ ഒരു 1/2 ഇഞ്ച് ഒന്നിങ്ങനെ ഷോൾഡർ സ്ലോപ്പ് ആക്കിയിട്ട് ഒന്നിങ്ങനെ വരച്ചെടുത്ത്
ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പം നെക്ക് ഇപ്പം തന്നെ കട്ട് ചെയ്യരുത്. അപ്പം നെക്ക് കട്ട് ചെയ്യാതെ ആദ്യം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ബാക്ക് തുണി നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ ബാക്കും ഫ്രണ്ടും ഇപ്പോൾ കട്ട് ചെയ്തു. ഇനി കൈക്കൂടെ ഈ ഒരു ഭാഗം നമുക്കൊരു 1/2 ഇഞ്ച് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ഒരു കൈക്കൂടെ ഈ ഒരു ഭാഗത്ത് ചെസ്റ്റ് ലൈനിലേക്ക് പോകരുത്. അങ്ങനെ 1/2 ഇഞ്ച് നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ തേര് ഭാഗം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ തേര് ഭാഗം നമ്മൾ അടിഭാഗത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ മടക്കി തയ്ക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി തേര് ഭാഗം മുതലാണ് ഞാൻ എടുക്കുന്നത്. ഞാനിവിടെ ലെങ്ത്ത് കൊടുക്കുന്നത് 16 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് അടക്കട്ടെ മേലെ ഒരു 1/2 ഇഞ്ച് ജോയിൻറ്റ് ചെയ്യാനും കൂടി കണ്ടിട്ട് 16.5 ഇഞ്ച് ഇവിടെ മുകളിൽ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം. കൈക്കുഴി ഞാൻ ഈ ഒരു അളവ് എടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ എടുത്തു. നമ്മൾ ഇവിടെ നിന്ന് 3.5 മാർക്ക് ചെയ്യുക. 3.5 മാർക്ക് ചെയ്ത് നമ്മൾ കൈക്കുഴിയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കണം കേട്ടോ. കൈക്കുഴിയുടെ ഭാഗം ഇതേപോലെ നമ്മൾ കുഴിച്ച് വരച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് അളന്ന് നോക്കുക. നമ്മൾ നെറ്റിയിൽ കട്ട് ചെയ്ത ആ ഒരു അളവ് കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടണില്ലെങ്കിൽ നമ്മൾ ഇങ്ങേ ഭാഗത്തേക്ക് കൈക്കുഴി ആക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ ഭാഗം മടക്കി തയ്ക്കേണ്ടിയിരുന്നുള്ളൂ. ഇനി താഴത്തെ വണ്ണം മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടുത്തെ വണ്ണം 7.5 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി 8.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. അതിൻ്റെ കൈയിൻ്റെ ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് നോച്ചിട്ട് കൊടുക്കാം. നമുക്ക് സെൻറ്ററൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് ഭാഗത്ത് തുണി എടുക്കുക. സൈഡ് ഭാഗത്ത് തുണിയിൽ നിന്ന് വേണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ പ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് കണ്ടില്ല ചില തുണി വീതി ഉണ്ട്, ചില തുണി ഇറങ്ങി കയറിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് 3.5 ഇഞ്ച് വീതിയിൽ ഞാൻ 3 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേ നീളത്തിനുള്ള ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ നീളം എത്രയും നടന്നിട്ടില്ല, കിട്ടിയ അളവ് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. 3 തുണി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 തുണി എടുത്തിട്ടുണ്ട്. ഇത് ജോയിൻറ്റ് ചെയ്തിട്ട് വേണ്ടി നമുക്ക് ഫ്രണ്ട് നെക്ക് തയ്ച്ച് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണി ഞാൻ മാറ്റി വെച്ചു. ഇനി ഫ്രണ്ടിൻ്റെ അവിടെ നമ്മൾ സിബിൻ്റെ മീതെ വെക്കാൻ വേണ്ടിയിട്ട് പടി വെക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് 2ആയിട്ട് മടക്കി വെച്ചിട്ട് 1.5 ഇഞ്ച് വീതിയിലും 9 ഇഞ്ച് ലെങ്ത്തിലും ഇതേപോലൊരു തുണി കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വേണം. അപ്പോൾ അതിന് ഇതേപോലെ അതിൽ നിന്ന് കിട്ടിയൊരു തുണി എടുത്തിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. ഈ ക്രോസായി മടക്കുമ്പോൾ അങ്ങനെ ഒരു വലിവ് വരുന്നുണ്ടോ അങ്ങനെ നോക്കുക. അതാണ് നമുക്ക് ക്രോസ് ആയിട്ട് നല്ല വൃത്തിയിൽ തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 2 മടക്കാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന്മേൽ 2 തുണി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ജോയിൻറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ഒരു 2 പീസും ബാക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് തയ്ക്കൽ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു തുണി അതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സെൻറ്ററിൽ നിന്നും നമ്മളെ നെക്ക് എത്രയാണ് നമ്മൾ വീതി മാർക്ക് ചെയ്തെന്ന് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്തുക. 2.25 നമ്മൾ മാർക്ക് ചെയ്ത് 2 സൈഡിലേക്ക് 2.25 വീതം മാർക്ക് ചെയ്തിട്ട് ഈ നെക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്ത നെറ്റിയുടെ നെക്ക് ഉണ്ടല്ലോ ആ ഒരു കറക്റ്റ് ആ മാർക്ക് ചെയ്ത അളവിലേക്ക് വെച്ചെടുക്കുക. നമ്മൾ നെക്ക് വൈഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് വൃത്തിക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ സിബ് വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ താഴെ നമ്മൾ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണി അധികം ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ സിബിൻ്റെ ലെങ്ത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിബ് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ അവിടെയാണ് നമുക്ക് സിബ് വരുന്നത് വെച്ചാൽ അവിടെ ഒന്ന് ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് 2 തുണിയും കൂടിയും കൂട്ടിയിട്ട് ഇതേപോലെ മുട്ട് സൂചി ഒന്ന് കുത്തി കൊടുക്കട്ടോ, തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളൊരു 1/4 ഇഞ്ചിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് തയ്ച്ചിങ്ങനെ 1/4 ഇഞ്ചിൽ തയ്ച്ച് പോന്നിട്ട് ഈ ഒരു സിബ് വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് 1/4 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ സൂചി കുത്തി നിർത്തി കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ചിലേക്ക് താഴത്തേക്ക് ഇതേപോലെ
തയ്ച്ച് ഇവിടെ ഒരു വി ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു കോണ് പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴും ഈ ഒരു മാർജിൻ്റെ ഇപ്പുറം കേട്ടോ, ആ ഒരു വരച്ചതിൻ്റെ ഇപ്പുറം 1/4 ഇഞ്ചിൽ ഇങ്ങനെ ഇങ്ങോട്ടും തയ്ച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ തയ്ച്ചാൽ നമ്മളെ നെക്കും സിബും തയ്ക്കാനുള്ള 2 പരിപാടിയും കൂടി ഒരുമിച്ച് കഴിയും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു തുണി കട്ട് ചെയ്ത് കളയാം. ഈ തയ്യൽ തുമ്പിൻ്റെ അതേ ഒപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചുമ്പോൾ കൊള്ളാതെ വേണം കേട്ടോ ഈ ഒരു വി ഷേപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ. ഇനി ഈ 2 കോണും നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സാധാരണ നെക്ക് ചെയ്യണത് പോലെ തന്നെ അവിടെ ആയിട്ടൊന്ന് കട്ടിങ് കൊടുക്കുക. ഇവിടെയും തയ്യൽമേ തട്ടാൻ പാടില്ല. അപ്പം അങ്ങനെ കട്ടിങ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു മറിച്ചിട്ട് തയ്ക്കാനുള്ള ചീത്ത തുണി ഉണ്ടല്ലോ, അപ്പോൾ അതിന്മേൽ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കട്ടോ. അപ്പോൾ പതിച്ച് തയ്ക്കുമ്പോൾ നമ്മൾ താഴെ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് ഉണ്ടല്ലോ, ആ തുമ്പ് ഭാഗമൊക്കെ ഇതിൻ്റെ ചുവട് വരണം. എന്നിട്ട് വേണം പതിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ല തുണിയിൽ പതിച്ച് തയ്ക്കരുത്. അപ്പോൾ നമ്മൾ ഇത് പതിച്ച് തയ്ച്ചെടുത്തു. ഇനി ഈ തുണി നമുക്ക് നല്ല ചീത്ത വശത്തേക്ക് ഇട്ട് നല്ല ഭാഗം ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ കോൺ ഭാഗമൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കട്ടെ. ഇർക്കിളി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം കുത്തി നിവർത്തി കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് നിവർത്തി ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്മേ സിബ് വെച്ചെടുക്കണം. അപ്പോൾ കണ്ടി നമുക്ക് നെക്കും സിബും കൂടി ഒരുമിച്ച് ചെയ്തെടുക്കാം പറ്റി. ഇനി നമുക്ക് ഇതിന്മേ സിബ് വെച്ചെടുത്താൽ മതി. ഇതേപോലെ വെച്ചെടുക്കുക. നെക്ക് കറക്റ്റാക്കി വെച്ചെടുക്കണം കേട്ടോ, ഏറ്റക്കുറച്ചിലില്ലാതെ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സൈഡ് തയ്ക്കുക. സിബൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു സൈഡ് നമ്മൾ തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്തിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഒരു അടുത്ത ഭാഗം ലെവൽ ചെയ്ത് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം കേട്ടോ. ലെവൽ ചെയ്ത് പിടിച്ചിട്ട് വേണം താഴെ ഭാഗം തയ്ക്കാൻ. അല്ലെങ്കിൽ നമ്മളെ നെക്കിൻ്റെ ആ ഒരു ഭാഗം താഴ്ന്നും കയറിയായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അങ്ങനെയൊക്കെ ഇതേപോലെ ഒന്ന് ഒപ്പം പിടിച്ചെടുത്തിട്ട് വേണം ഈ ഒരു അടിഭാഗം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡും ഇതേപോലെ തയ്ച്ചെടുത്തു. ഇനിയാണ് നമ്മൾ നെക്ക് തയ്ക്കണത് കേട്ടോ. സിബ് വെച്ചെടുത്തിട്ട് ഇനി നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം. അപ്പം എൻ്റെ മോന് എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ, അവൻ്റെ സൗണ്ടൊക്കെ ഇതിൽ കേൾക്കാം. ഇനി നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ സിബ് കട്ട് ചെയ്തതിൻ്റെ ആ തുമ്പ് കട്ട് ചെയ്തതിൻ്റെ ഇത് അതിമൊന്ന് കുടുങ്ങിയതാണ് കേട്ടോ നൂലുമേ. നമുക്കിങ്ങനെ നെക്കൊന്ന് തയ്ച്ച് പോരുക. സിബുമ്മേ സ്റ്റിച്ച് കൊള്ളരുത് കേട്ടോ. അതിൻ്റെ അപ്പുറം ഒന്ന് കെട്ടിട്ട് കണ്ട് ഇങ്ങോട്ടും തയ്ക്കുക. ഇപ്പം നമ്മൾ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ തുണിയാണല്ലോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെക്കിൻ്റെ താഴത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ 1 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതും തന്നെ സിബുമ്മോ കൊള്ളരുത്. ആ സിബിൻ്റെ അപ്പുറം കെട്ടിട്ടിട്ട് വേണം തയ്ക്കാൻ. അങ്ങനെ തയ്ച്ചാൽ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഒന്ന് പതിഞ്ഞ് കിടന്നോളും. അപ്പോൾ ഇതേപോലെ തയ്ച്ചെടുത്തു. ഇനി നമുക്കിതിന് നമ്മളെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരു നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ. കട്ട് ചെയ്തൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ ഒരു ഞൊറിട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 3 കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, 3 നീളത്തിനുള്ള തുണി. ഇത് നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു തേര് ഭാഗമൊക്കെ ഒരേ സൈഡിൽ വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തേര് ഭാഗം അല്ലാത്ത ഈ ഒരു ഭാഗം ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക. ഇതേപോലെ ചെറിയൊരു മടക്ക് കൊടുത്തിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു തല മുതൽ അങ്ങേ തല വരെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു തയ്ച്ച ഭാഗത്ത് നിന്നും 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു തല മുതൽ അങ്ങേ തല വരെ 1.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തല്ലോ, ഈ മാർക്കിൻ്റെ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് എടുക്കുക. അപ്പോൾ സ്റ്റിച്ച് എടുക്കുമ്പോൾ നമ്മൾ വലിയ തയ്യലാക്കി എടുക്കണം കേട്ടോ. 5ാമത്തെ ഇതിലിട്ടിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ലെങ്ത്ത് കൂടിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്ക്കുന്നത്. എന്നിട്ട് നൂല് കുറച്ച് അധികം ഇട്ടിട്ട് കട്ട് ചെയ്യുക. എന്നാലും നമുക്ക് ആ നൂല് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ തയ്ച്ചല്ല, തയ്ച്ചതിൻ്റെ കുറച്ച് മീതെ ആയിട്ട്
ഒരു സ്റ്റിച്ചും കൂടി അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക കേട്ടോ. അതിൻ്റെ മീതെ വരുന്ന ഒരു സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ കൂടെ ഒന്നും കൂടി സ്റ്റിച്ച് കൊടുക്കാം. എന്നാൽ നന്ന അറ്റത്തേക്കും പോകണ്ട. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അവിടേക്ക് സ്റ്റിച്ച് കൊടുക്കരുത്. അതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കട്ടെ. ആ തേര് ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ 2 സ്റ്റിച്ച് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു 2 സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ തേര് ഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ആ തേരിൻ്റെ ഇപ്പുറത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തതും പിന്നെ നമ്മൾ ആ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തില്ലേ 1.5 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ഈ ഒരു താഴെ ഭാഗത്ത് നൂല് വേണം കേട്ടോ വലിച്ചെടുക്കാൻ. മുകളിലത്തെ നൂല് വലിച്ചെടുക്കരുത്. അപ്പോൾ ഈ നല്ല വശം നമുക്കിങ്ങനെ ഒരു വൃത്തിയില്ലാത്തതുപോലെ തോന്നും കേട്ടോ. അപ്പോൾ ചീത്ത വശത്തെ നൂല് വലിച്ചെടുക്കുക. ഒരു നൂല് ഇതേപോലെ അങ്ങനെ വലിച്ച് നമ്മൾ ഇതേപോലെ പ്ലീറ്റ് ഇട്ടുകൊണ്ട് കേട്ടോ. ഞാൻ മൊത്തത്തിൽ അതേപോലെ നൂല് വലിച്ചിട്ട് പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിശദമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി എങ്ങനെയാണ് ഇത് പ്ലീറ്റ് എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഞാനിതാ ഇതേപോലെ പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ടായിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക. എന്നിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ തയ്ക്കുമ്പോൾ അതേപോലെ മുട്ട് സൂചിയൊക്കെ എടുത്ത് വെക്കുക. നമുക്കിതിങ്ങനെ പിൻ ചെയ്ത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ നെക്കിൻ്റെ ആ ഒരു വൃത്തിക്കനെ വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെൻറ്ററിൽ കൂടെ ഒക്കെ ഒന്ന് അവിടെ ഇടയായിട്ട് ഇങ്ങനെ മുട്ട് സൂചി കുത്തി കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ ഈ ഒരു അറ്റ വശം കണ്ടില്ലേ, നമ്മൾ ഈ തേര് ഭാഗമാണ് മുകളിലേക്ക് കടക്കണത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പതിച്ച് തയ്ച്ചെടുക്കുക. അതിൻ്റെ അറ്റ വശത്ത് കൂടെ ഒന്ന് റൗണ്ടായിട്ട് ഇങ്ങനെ പതിച്ച് അറ്റത്ത് കൂടെ ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇതേപോലെ പതിച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ നെയ്റ്റി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അവർക്ക് കാണാൻ. ഇനി ഇതാ മുകൾ ഭാഗം ഞാൻ പതിച്ച് തയ്ച്ചെടുത്തു. ഇനി നമ്മൾ ഈ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ, ഈ നമ്മൾ നൂല് വലിച്ച ഈ ഒരു അവസാനത്തെ നൂല് വലിച്ചല്ലോ താഴെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ടൊന്ന് തയ്ച്ച് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ തുണികളൊന്നും ചുരുണ്ട് കൂടാതെ നല്ല രീതിക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. താഴത്തെ തുണി നമ്മളെ പിന്നെ നെയ്റ്റിയുടെ തുണിയൊക്കെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഒന്ന് അതിൻ്റെ അങ്ങേ ഭാഗത്ത് ഇങ്ങനെ അടിഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സിബ് ഉണ്ടാവും. ആ സിബിൻ്റെ ഇതിമൊക്കെ സൂചി കുത്തുന്നതൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൂചിൻ്റെ മുനയൊക്കെ പൊട്ടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ തയ്ക്കുമ്പോൾ കട്ടിയുള്ള ഭാഗമൊക്കെ തയ്ക്കുമ്പോൾ പതുക്കെ തയ്ച്ച് പോരുക. സാധാരണ മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സൂചിയൊക്കെ ഒടിഞ്ഞു പോരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പതിച്ച് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. നമ്മൾ നെറി വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ നെറി ഇടാനും നെറി വെച്ച് പിടിപ്പിക്കാനും കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ നമ്മളെ നെറ്റിയുടെ ഫ്രണ്ട് കാണാൻ. ഇനി നമുക്ക് സിബിൻ്റെ അവിടെ ഒരു പടി വെച്ചെടുക്കണം. നമ്മളെ സിബ് കാണൂല. അപ്പോൾ നമുക്ക് സെയിം സിബ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സിബൊന്ന് വെച്ചെടുത്തതാണ്. നമുക്ക് ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, ഒരു ഇത് നിവർത്തി കഴിഞ്ഞാൽ 3 ഇഞ്ച് വീതി ഉണ്ടാവും. ആ ഒരു തുണി നമ്മൾ ഇതേപോലെ 1 ഇഞ്ചോളം ചീത്ത വശത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് പോരുക. താഴെ ഭാഗം വരെ തയ്ച്ച് പോരുക. എന്നിട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല വശം പുറമേക്കാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ സിബ് കവർ ചെയ്ത് കൊണ്ട് ഒരു പടി വെച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചെടുത്ത് നമ്മൾ സിബ് പുറമേക്ക് കാണില്ല. നമ്മൾ നെയ്റ്റിക്ക് നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും. ഇതേപോലെ തയ്ച്ച് ഇനി ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഇവിടെ നമ്മൾ താഴെ ഭാഗം ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കോണാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കോണാക്കി എടുക്കാം. ഞാനിവിടെ ചതുരാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മടക്കി വെച്ചെടുത്തേക്കാണ്. ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ആ സിബിൻ്റെ അറ്റം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് ഇങ്ങോട്ടൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ നമുക്ക് സിബും നെക്കും ഇതൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ,
ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കണമല്ലോ. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് 2 മടക്കാക്കിയിട്ടൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. ഒറ്റ മടക്കിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അത് ഞാനിപ്പോൾ 2 മടക്കാക്കിയിട്ട് തയ്ക്കുകയാണ്. അതിനാണ് ഞാൻ ഇത്ര വീതി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒറ്റ മടക്കിലാണെങ്കിൽ ഇത്ര വീതിയൊന്നും വേണ്ട, 1.5 ഇഞ്ചോ ഒക്കെ വീതി മതി കേട്ടോ. ഇതാ ഞാനിത് ഇതേപോലെ 2ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് പോരുക. അപ്പോൾ ക്രോസ് പീസ് വലിച്ചു പിടിക്കരുത്. വലിച്ചു പിടിച്ചാൽ നമ്മളെ നെക്ക് വൃത്തിയായിട്ട് കിടക്കൂല. എന്നിട്ട് ഇതാ ബാക്കി വന്ന തുണി ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നെക്കൊക്കെ തിരിച്ച് ഇതാക്കണ പോലെ തന്നെ മറിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതേപോലെ അവിടെ ആയിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ഇതിമൊന്ന് പതിച്ച് തയ്ച്ചെടുക്കണം. അപ്പോൾ പതിച്ച് തയ്ച്ചെടുക്കുമ്പോൾ ഈ ക്രോസ് പീസുമ്മ വെച്ചിട്ട് വേണം പതിച്ച് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിമ വെച്ച് തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ട് വേണം നമ്മളെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നല്ല വശം ചേർത്തി വെച്ചിട്ട് ക്രോസ് പീസ് മുൻ പീസിൻ്റെ അവിടേക്ക് വെച്ചെടുക്കണം കേട്ടോ. ഫ്രണ്ട് ഭാഗത്തേക്ക് വെച്ചെടുത്തിട്ട് ഇതേപോലെ 1/2 ഇഞ്ചിൽ തയ്ച്ച് പോരുക. അതുപോലെ തന്നെ 2 തയ്യൽ കൊടുക്കുക കേട്ടോ, 2 സ്റ്റിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഷോൾഡറും ഇതേപോലെ ജോയിൻറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. തയ്ച്ചിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഒരു പോർഷൻ ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വലിച്ചു കൊടുത്താൽ അവിടെ നെക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇനി നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഷോൾഡർ മുതൽ ഇങ്ങനെ പതിച്ച് തയ്ച്ച് പോരുക. എന്നിട്ട് ഇതാ നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗം തയ്ച്ച് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഒന്ന് തയ്ച്ച് പോന്നിട്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഷോൾഡറിന്മേ ഇതേപോലെ ഒന്ന് പതിച്ച് തയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു തയ്യൽ തുമ്പ് ബാക്ക് ഭാഗത്തേക്ക് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ പതിച്ച് തയ്ച്ചെടുത്തു. കണ്ടില്ല, നമ്മളെ ബാക്ക് നെക്ക് തയ്ച്ചെടുത്തു. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. സ്ലീവ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൈറ്റിയുടെ നല്ല വശം നിവർത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ നല്ല വശം എടുത്തിട്ട് രണ്ടും കൂടി ഷോൾഡറിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഈ സെൻറ്റർ ഉണ്ടല്ലോ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ സ്ലീവ് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കൈ പിടിപ്പിച്ചെടുക്കണ ഇതൊന്നും ഞാനിതിൽ ഉൾക്കൊള്ളിക്കണില്ല. ഒരുപാട് ലെങ്ത്ത് കൂടി പോയിട്ടുണ്ട് കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചുരുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നല്ല വശം ചേർത്ത് ഇങ്ങനെ വെച്ചെടുത്തിട്ട് തയ്ക്കുക കേട്ടോ. അപ്പോൾ സെൻറ്റർ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വശത്തേക്കും കറക്റ്റ് അളവിൽ നമുക്ക് സ്ലീവ് നല്ല വൃത്തിയായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. പിന്നെ 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ് വെച്ച് തയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇങ്ങനെ തയ്ച്ചു പോരുക. എന്നിട്ട് ഇതാ നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഒന്ന് മൂട്ടിയെടുക്കുക. 2 സൈഡും മൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്, 1 ഇഞ്ചാണല്ലോ ഞാനിവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഇങ്ങനെ മൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് വീതം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റിൻ്റെ അവിടെയും ഷേപ്പിൻ്റെ അവിടെയും കയ്യിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ 1 ഇഞ്ച് നമ്മൾ വീതം ടാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് താഴെ ഭാഗം വരെ ഒന്നിങ്ങനെ തയ്ച്ചെടുക്കുക. അപ്പോൾ താഴെ ഭാഗത്തേക്ക് താഴെ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് 1 ഇഞ്ച് വീതി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അല്ലാത്ത ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് നേരെ റിട്ടേൺ ആയിമ്മ കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. അങ്ങനെ 2 സ്റ്റിച്ച് 2 സൈഡിലും ഞാൻ തയ്ച്ച് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ നെറ്റി മൂട്ടി എടുത്തു. ഇനി നമുക്ക് താഴെ ഭാഗം മടക്കി തയ്ക്കാനാണ്. അപ്പോൾ താഴെ ഭാഗം മടക്കി തയ്ക്കുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ആദ്യം മടക്കി വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് തയ്ക്കുക. അപ്പോൾ ഈ ഒരു 2 സൈഡും മൂട്ടി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ സൈഡ് ഭാഗം അവിടെ കുറച്ച് അധികം ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. മടക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 സൈഡും ഇങ്ങനെ തൂങ്ങി നിൽക്കണ ആ ഒരു ഇത് നമുക്ക് ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നെറ്റി 2 സൈഡും ഇങ്ങനെ തൂങ്ങി കിടക്കും. അപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്യാതെ നമ്മൾ താഴെ ഭാഗം മടക്കി തയ്ക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ 2 സൈഡും ഒന്ന് കുറച്ച് കയറ്റി മടക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഈ ഒരു നെറ്റിയുടെ സ്റ്റിച്ചിങ്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.